കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും സ്വാഗതം. കഴിഞ്ഞ നവംബർ 25 മുതൽ ഡിസംബർ 1 വരെ ഞങ്ങളൊരു വൃന്ദാവന യാത്ര നടത്തിയിരുന്നു. അപ്പോൾ ആ വൃന്ദാവന യാത്രയുടെ വിശേഷങ്ങളും ആ സമയത്തെടുത്ത കുറച്ച് ചിത്രങ്ങളും വീഡിയോസും ചെറിയ ചെറിയ വീഡിയോസും ഓരോ സന്ദർശിച്ച സ്ഥലങ്ങളുടെ പ്രത്യേകതകളുമൊക്കെ നമ്മുടെ കൃഷ്ണാമൃതത്തിലെ ഗോപന്മാർക്കായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് ട്രിവാൻഡ്രം ഇസ്കോൺ സംഘടിപ്പിച്ച വൃന്ദാവന യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വൃന്ദാവനത്തിലേക്ക് പോയത്. ശരിക്കും ഇതെൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പാണ് വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ ഇസ്കോൺ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിലാണ് അവർ ഈ യാത്ര സംഘടിപ്പിച്ചത്. അവർ ഓരോ സ്ഥലത്ത് വളരെ ഉത്തരവാദിത്തത്തോടെ നമ്മളെ കൊണ്ടുപോയി. അതേപോലെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ജഗത് സാക്ഷി പ്രഭു അദ്ദേഹം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ ഭഗവാന്റെ നാമങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ജപിപ്പിക്കും. അപ്പോൾ അങ്ങനെ വളരെ പിന്നെ ഫുഡാണെങ്കിലും വളരെ നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ് അവർ സംഘടിപ്പിച്ചത്. അപ്പോൾ എന്തായാലും വൃന്ദാവനത്തിൽ പോകാൻ അനുഗ്രഹം തന്ന രാധാകൃഷ്ണന്മാരോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ചും അവയുടെ ചെറു വിവരണങ്ങളും അതിൻ്റെ ഫോട്ടോസ് ചെറിയ വീഡിയോസൊക്കെയാണ് ഇതിൽ. കൂടുതൽ ഫോട്ടോസൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ വൃന്ദാവനത്തിൽ കുറഞ്ഞത് ഒരു 2 തവണയെങ്കിലും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ വൃന്ദാവനത്തിൽ 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും പ്രാവശ്യം വൃന്ദാവനം സന്ദർശിക്കുന്ന ആളുകൾ വരെ നമ്മുടെ ഈ ടീമിൽ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞത് 2 തവണയെങ്കിലും വൃന്ദാവനം സന്ദർശിക്കണം. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വൃന്ദാവനത്തെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. നമ്മൾ കേട്ട കഥകളിലൊക്കെ ഉള്ളൊരു വൃന്ദാവനം ഇല്ലേ, മനോഹരമായി പൂക്കൾ ഒക്കെ നിറഞ്ഞ് പുഴയൊഴുകുന്ന കിളികൂജനങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു വൃന്ദാവനം നമ്മുടെ സ്വപ്നത്തിലുണ്ട്. അപ്പം നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ് വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ. നമ്മൾ കേട്ടറിഞ്ഞ കഥകളിൽ വൃന്ദാവനമാണോ നമ്മൾ കാണാൻ പോകുന്നത്? അതുപോലെ മനോഹരമായ സ്ഥലം, അതേപോലെ എവിടെയൊക്കെയാണ് എന്തൊക്കെ ലീലകളാണ് നടന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് വൃന്ദാവനത്തെ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ഫസ്റ്റ് ട്രിപ്പിൽ നമുക്കുണ്ടാകുക. എന്നിട്ട് നമ്മൾ അവിടെ ഓരോ സ്ഥലത്തും പോയിട്ട് നമ്മൾ കാണുന്നു, അവിടെ ഇന്ന ലീലയാണ് ഭഗവാൻ ആടിയത്. അപ്പം നമ്മളത് എല്ലാം കണ്ട് മനസ്സിലാക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ അതിലൊരു ആനന്ദം മീൻസ് നമുക്കൊരു സ്ഥലം നേരത്തെ അറിയാമെങ്കിൽ നമുക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ ഇന്നതാണ്. അപ്പം നമുക്ക് ഫുള്ളി അതിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് ടൈം പോകുമ്പോഴത്തേനും നമുക്കവിടെ എന്താണെന്നൊന്നും അറിയത്തില്ല, അവിടുത്തെ രീതികൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് വൃന്ദാവനത്തെ അറിയാനാണ് പോകുന്നത്. ഇനി വൃന്ദാവനത്തെ അറിഞ്ഞു ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ വൃന്ദാവനത്തെ അറിഞ്ഞു. ഇനി സെക്കൻഡ് ട്രിപ്പ് നമ്മൾ പോകേണ്ടത്, ഇപ്പം നമുക്ക് വൃന്ദാവനത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അല്ലേ, എവിടെയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഐഡിയ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, 2-ാമത്തെ ട്രിപ്പിൽ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി ആനന്ദിക്കുക. സർവ്വതും മറന്ന് ഭഗവാനെയും രാധാറാണിയെയും കുറിച്ച് മാത്രം ചിന്തിച്ച് ആനന്ദം അനുഭവിക്കുക. അപ്പോൾ അതാണ് സെക്കൻഡ് ട്രിപ്പിൻ്റെ പ്രത്യേകത. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് കുറഞ്ഞത് 2 തവണയെങ്കിലും വൃന്ദാവനത്തിൽ പോകണമെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ് വൃന്ദാവനത്തിൽ പോയത്. വൃന്ദാവനത്തെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാൻ കഴിഞ്ഞു, ഇനിയും ഒരുപാട് അറിയാനുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി എനിക്ക് വൃന്ദാവനത്തിൽ പോകണമെന്നുണ്ട്. അത് രാധാറാണിയും കണ്ണനും ഒക്കെ അനുഗ്രഹിക്കുകയാണെങ്കിൽ
അത് നടക്കും. ഈ യാത്രയുടെ ഒന്നാം ദിവസം നമ്മൾ പോയത് മധുര, ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലത്തേക്കാണ് പോയത്. ഭഗവാൻ ജനിച്ച ആ ഒരു കാരാഗൃഹമൊക്കെ ഉണ്ടല്ലോ, അവിടേക്കാണ് പോയത്. അപ്പോൾ വൃന്ദാവന യാത്ര നമ്മൾ ഈ മധുരയിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. കാരണം ഭഗവാന്റെ ജന്മസ്ഥലമാണ്, ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അപ്പോൾ അവിടെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെയാണ് അവിടെ നമുക്ക് മൊബൈൽ ഫോണോ അതേപോലെ സ്മാർട്ട് വാച്ചുകളോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു സാധനങ്ങളും. നമുക്ക് പിന്നെ ആകെ കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ പേഴ്സുകളൊക്കെ, ഇപ്പം ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ അതുള്ള ചെറിയ പേഴ്സുകൾ നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ വേറൊന്നും, ഭയങ്കര സുരക്ഷാ ക്രമീകരണമാണ് അവിടെ ഉള്ളത്. അപ്പോൾ മധുര ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥാനം സന്ദർശിക്കുന്നവർ ഓർക്കുക, നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അതുപോലെ സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് അതിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് അവിടുന്ന് നമുക്ക് ദൃശ്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെ നമ്മൾ ആദ്യം പോയത് കേശവജി ടെമ്പിൾ, കേശവജി മന്ദിർ എന്ന് പറയും. അപ്പോൾ ആ കേശവജി മന്ദിർ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ദേവകി വസുദേവരുടെ പുത്രനായിട്ട്, ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ. കംസനായിരുന്നു മധുര ഭരിച്ചിരുന്നത്, കംസൻ്റെ സഹോദരിയാണ് ദേവകി. അപ്പം ദേവകിയെ വിവാഹം കഴിച്ച് വസുദേവർ വിവാഹം കഴിച്ച് പോകുമ്പോൾ ഒരു അശരീരി ഉണ്ടാകും. ദേവകിയുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന് ഇത് കേട്ട കംസൻ എന്ത് ചെയ്യുന്നു, ദേവകിയെ വധിക്കാനൊരുങ്ങുന്നു. അപ്പോൾ വസുദേവർ ദേവകിയെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നു, ഇവളുടെ പുത്രന്മാരല്ലേ അങ്ങയെ വധിക്കുമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് പിന്നെ ഇവൾ പ്രസവിച്ചുണ്ടാകുന്ന കുട്ടികളെയെല്ലാം അപ്പോൾ തന്നെ അങ്ങയെ ഏൽപ്പിച്ചേക്കാം എന്ന് ഉള്ള ഒരു വാക്കിൻ്റെ പുറത്ത് കംസൻ ദേവകിയെ കൊല്ലാതെ വിടുകയാണ്. അതോടൊപ്പം അവരെ രണ്ടുപേരെയും കാരാഗൃഹത്തിലടക്കുകയാണ്. അപ്പോൾ ഈ കാരാഗൃഹത്തിലാണ് നമ്മുടെ ഭഗവാൻ ജനിക്കുന്നത്. അപ്പോൾ ആ ഭഗവാൻ ജനിക്കുന്ന സമയത്ത് ഭഗവാൻ 4 തൃക്കൈകളോടും കൂടി തൻ്റെ മഹാവിഷ്ണു നാരായണ സ്വരൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ നാരായണ സ്വരൂപം ദേവകി വസുദേവർക്ക് പ്രകടമായ ആ സ്ഥലത്താണ് കേശവജി മന്ദിർ ഉള്ളത്. അപ്പം നമ്മൾ അവിടെ ആദ്യം ദർശിച്ചത് കേശവജിയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ദുർഗാദേവി, അവിടെ തന്നെ ഒരു ദുർഗാദേവിയുണ്ട്. അതായത് കൃഷ്ണൻ ജനിച്ചതിന് ശേഷം അദ്ദേഹത്തെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകുമല്ലോ, എന്നിട്ട് അവിടെ യശോദയുടെ പുത്രിയായിട്ടുള്ള അതായത് യോഗമായാദേവി ദുർഗാദേവിയാണ് അവിടെ യശോദയുടെ മകളായിട്ട് പിറന്നിരിക്കുന്നത്. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് പിന്നെ കൊണ്ടുവരും. അപ്പോൾ കംസൻ ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കാലിൽ പിടിച്ചെടുക്കുമ്പോഴത്തേനും ആ കുട്ടി ആകാശത്തേക്ക് ഉയർന്നു പോയിട്ട് ഒരു അശരീരി പറയും, എന്താണ് ആ കുട്ടി ആകാശത്തേക്ക് പോയിട്ട് പറയും, പിന്നെ നിന്നെ കൊല്ലാനുള്ള ആൾ ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ദേവി, ആ ദുർഗാദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ട് അവിടെ. അതിനുശേഷം നമ്മൾ ഈ കാരാഗൃഹം കണ്ടു. കാരാഗൃഹം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ അതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഒരു പള്ളിയോട് ചേർന്നാണ്, ഒരു മുസ്ലിം പള്ളിയോട് ചേർന്നാണ് ഇപ്പോൾ ഈ കാരാഗൃഹം ഉള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കേസോ ഇഷ്യൂസോ ഒക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ കാരാഗൃഹം കണ്ടു. കാരാഗൃഹവും എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ബിർള മന്ദിറുണ്ട്. ബിർള അവർ പണി കഴിപ്പിച്ച രാധാകൃഷ്ണ ക്ഷേത്രമാണ്. അത് അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ രാധാകൃഷ്ണ ക്ഷേത്രം ബിർള മന്ദിർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയും ഭഗവാനെയും രാധയും കൃഷ്ണനെയൊക്കെ ദർശിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു
കുറച്ച് അപ്പുറത്തോട്ട് മാറിയൊരു കുളമുണ്ട്. അത് പവിത്രകുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പവിത്രകുണ്ടിൻ്റെ പ്രത്യേകത, ഈ ദേവകി ഈ കാരാഗൃഹ അവിടെ വസിക്കുന്ന സമയത്തെല്ലാം തൻ്റെ വസ്ത്രങ്ങളൊക്കെ കഴുകിയിരുന്നത് ആ കുളത്തിലാണെന്നാണ് പറയുന്നത്. അതുപോലെ ബാലനായിട്ടുള്ള കൃഷ്ണൻ്റെ വസ്ത്രങ്ങളും ആ കുളത്തിൽ കഴുകിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതാണ് പവിത്രകുണ്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ പവിത്രകുണ്ടും നമ്മൾക്ക് കാണാൻ പറ്റി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മധുരയിൽ. ഇനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ നമ്മുടെ ട്രിപ്പിൽ മധുരയിൽ ഇത്രയും സ്ഥലത്താണ് പോയത്. കേശവജി ടെമ്പിൾ, അതിൻ്റെ അപ്പുറമുള്ള അത് ആ ഒരു ഇതിൽ തന്നെ ദുർഗാദേവി ഉണ്ട്, പിന്നെ കാരാഗൃഹം, അതിനുശേഷം ബിർള മന്ദിർ, അതായത് രാധാകൃഷ്ണ ക്ഷേത്രമാണ്, പിന്നെ പവിത്രകുണ്ട്. ഇത്രയും സന്ദർശിച്ച് മധുരയിൽ നിന്നും നമ്മൾ ഇറങ്ങി അടുത്ത് നമ്മൾ പോയത് ദാവൂജി ടെമ്പിളിലാണ്. ദാവൂജി മന്ദിർ. ദാവൂജി എന്ന് പറഞ്ഞാൽ ചേട്ടൻ, അതായത് അപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ ചേട്ടൻ്റെ ക്ഷേത്രമാണ്. ബലരാമസ്വാമിയുടെ ക്ഷേത്രമാണ് ദാവൂജി മന്ദിർ. അവിടെ നമുക്ക് ബലരാമസ്വാമിയൊക്കെ കണ്ട് തൊഴുതു. അവിടെ 2 പ്രതിഷ്ഠയുണ്ട്. ഈ ബലരാമസ്വാമിയുണ്ട്, കുറച്ചപ്പുറത്തായിട്ട് മാറിയിട്ട് രേവതി മാതാവും ഉണ്ട്. രേവതി മാതാവ് ആരാണെന്നറിയാലോ, ബലരാമസ്വാമിയുടെ പത്നിയാണ് രേവതി. അപ്പോൾ അതും അവിടെ അങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു കഥ പറഞ്ഞത്, ഈ രേവതിയും പിന്നെ രേവതിയുടെ അച്ഛനും കൂടി അവർ സത്യയുഗത്തിലുള്ള ആൾക്കാരാണ്. സത്യയുഗം, 4 യുഗങ്ങളാണല്ലോ നമുക്കുള്ളത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പോൾ ഇത് ഈ സത്യയുഗത്തിലാണ് ഈ രേവതിയും അച്ഛനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രേവതിക്ക് പിന്നെ ഭൂമിയിലെ ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതാരാണ്, അല്ലേ രേവതിക്ക് അനുയോജ്യനായ വരൻ ആരാണ്? അപ്പോൾ അത് ബ്രഹ്മദേവനോട് ചോദിക്കാം. ബ്രഹ്മാവിനാവുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഈ രേവതിയും അച്ഛനും കൂടി ബ്രഹ്മലോകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവർ ചെന്ന ഉടനെ അവർക്ക് ബ്രഹ്മാവിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അവർ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയും ഒരു ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോഴത്തേനും ബ്രഹ്മാവ് അവിടേക്ക് വരുന്നു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ബലരാമനാണ് രേവതിക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വരൻ. അപ്പോൾ രേവതിയെ ബലരാമന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ബ്രഹ്മാവ് പറയുകയാണ്. യഥാർത്ഥത്തിൽ അപ്പോൾ സത്യയുഗത്തിലാണ് ഇവർ ബ്രഹ്മലോകത്തെത്തിയത്. പക്ഷേ ഇവർ ഭൂമിയിൽ തിരിച്ചെത്തുമ്പോഴത്തേനും സത്യയുഗവും കഴിഞ്ഞു, ത്രേതായുഗവും കഴിഞ്ഞു, ദ്വാപരയുഗത്തിൻ്റെ അവസാന സമയമായിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ബ്രഹ്മലോകത്തെയും ഭൂമിയിലെ സമയങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടുത്തെ ഒരു നിമിഷം എന്ന് പറയുമ്പം തന്നെ ഭൂമിയിൽ കുറേ വർഷങ്ങൾ അങ്ങ് പോകും. അപ്പോൾ കുറേ നിമിഷങ്ങളാകുമ്പോഴത്തേനും ഒരുപാട് വർഷങ്ങൾ അതിനോടകം കടന്നു പോയിരുന്നു. അപ്പോൾ ഈ സത്യയുഗത്തിലെ ആൾക്കാർക്ക് പൊക്കം കൂടുതലാണ്. ഓരോ യുഗം കഴിയും തോറും പൊക്കം കുറഞ്ഞു വരും. അങ്ങനെ ഈ രേവതി മാതാവിന് നല്ല പൊക്കമാണ്. അപ്പോൾ ബലരാമസ്വാമിയുടെ അടുക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ ബലരാമസ്വാമി നോക്കുമ്പോൾ ബലരാമസ്വാമി ചെറുതാണ്, രേവതി മാതാവിന് നല്ല പൊക്കമുണ്ട്. അപ്പോൾ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ബലരാമസ്വാമി തൻ്റെ കലപ്പ കൊണ്ട് രേവതി മാതാവിൻ്റെ തോളിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും പൊക്കം ബലരാമസ്വാമിയുടെ സമമാകുമെന്നാണ് പറയുന്നത്. അപ്പം രേവതി മാതാവിന് പൊക്കം കൂടുതലായതുകൊണ്ടാണ് അവിടെ മാറി ബലരാമസ്വാമിയുടെ കൂടെ നിൽക്കാതെ മാറി നിൽക്കുന്നതെന്നാണ് ആ ദാവൂജി മന്ദിറിലെ ഐതിഹ്യം. 2 പേരും 2 ഇടത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ദാവൂജി മന്ദിർ, അങ്ങനെ ദാവൂജി മന്ദിറും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് മൻസരോവറിലേക്കാണ്. അപ്പോൾ ഈ മൻസരോവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാധാറാണിയുടെ വിരഹദുഃഖം അനുഭവിക്കുന്ന ആ സമയത്ത് രാധാറാണിയുടെ കണ്ണുനീർ വീണുണ്ടായതാണ് മൻസരോവർ എന്ന് പറയുന്നു. അതും വളരെ ഒരു പുണ്യ തീർത്ഥായിട്ടാണ് ഇന്ന് ആളുകളൊക്കെ കരുതുന്നത്. അപ്പം നമ്മൾ ആ മൻസരോവറിൽ
പോയി ദർശനം നടത്തിയിരുന്നു. ആ തീർത്ഥം നമ്മൾ തലയിൽ ധരിച്ചു. അതിനുശേഷം പോയതാണ് ഭാണ്ഡീരവനം. ഭാണ്ഡീരവനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ വനം ശരിക്കും ആ വനത്തിലെത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഭാണ്ഡീരവനത്തിലെത്തുമ്പോൾ കാരണം നമ്മളെല്ലാം ആഗ്രഹിച്ച ഒരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതായത് രാധാറാണിയും കൃഷ്ണനും തമ്മിൽ വിവാഹം കഴിക്കുന്നു. നടുക്ക് ബ്രഹ്മാവ് ഇരുന്നിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ആ ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അത് കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും. കാരണം ഭഗവാൻ കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും ഭക്തരെല്ലാം ആകെ വിഷമമുള്ള ഒരു കാര്യം ഇതാണ് ഇല്ലേ, രാധാറാണിക്കും കൃഷ്ണനും തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം. പക്ഷേ ഈ ഭാണ്ഡീരവനത്തിലെത്തുമ്പോൾ നമ്മുടെ ആ വിഷമമൊക്കെ അങ്ങോട്ട് മാറും. കാരണം അവിടെ ഇവർ വിവാഹം കഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളൊരു കഥ നമ്മൾ ഈ കൃഷ്ണാമൃതം ചാനലിൽ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഒരിക്കലും നന്ദഗോപര് കുഞ്ഞായിട്ടുള്ള കൃഷ്ണനെ എടുത്തുകൊണ്ട് കാലികളെ മേയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഭാണ്ഡീരവനത്തിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും ഈ ആകാശം പെട്ടെന്ന് മേഘാവൃതമാകും, ഇരുളുമയുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ആകാശം ഇരുണ്ട് വരുമ്പോഴത്തേനും ഒന്നാമതേ കാടും കൂടിയാണ്. നമുക്ക് കാടിനല്ലെങ്കിൽ തന്നെ ഒരു ഇരുളുമയുണ്ട്. അപ്പോൾ ഈ മേഘാവൃതവും കൂടി ആകുമ്പോഴത്തേന് രാത്രി പോലെ ഇരുട്ടാകും. അപ്പോൾ ഇത് കാണുമ്പോഴത്തേന് കുഞ്ഞായിട്ടുള്ള കൃഷ്ണൻ പേടിച്ച് കരയാൻ തുടങ്ങും. അപ്പം നന്ദഗോപുരം ആകെ കൺഫ്യൂഷനിലാവും. കാരണം കാലികളെ മേയ്ക്കാനും വിട്ടിരിക്കുന്ന ഇനി ഇതിനെയെല്ലാം തെളിച്ച് തിരിച്ച് കൊണ്ടുവരണ്ടേ. അപ്പോൾ കൃഷ്ണനാണെങ്കിൽ കരയാനും തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പാദസ്വരനാദം കേൾക്കുന്നത്. അപ്പോൾ ആ പാദസ്വര ശബ്ദം കേൾക്കുമ്പോൾ അതാ നന്ദഗോപുരം നോക്കുമ്പോൾ അത് നമ്മുടെ രാധാറാണിയാണ്. അപ്പോൾ ഈ രാധാറാണിയുടെ കയ്യിലേക്ക് നന്ദഗോപുര് ആദ്യം രാധാറാണിയോട് ചോദിക്കും, ഈ കണ്ണന് ഈ മഴക്കാറൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു, യശോദയുടെ അടുക്ക് ഒന്ന് എത്തിച്ചേക്കാമോ മോളെ എന്ന് ചോദിക്കും. അപ്പോൾ രാധാറാണി ശരി അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞ് കൃഷ്ണനെയും കയ്യിൽ വാങ്ങി രാധാറാണി നടക്കുകയാണ്. അപ്പോൾ ഈ ഭാണ്ഡീരവനത്തിൻ്റെ അവിടെ നടുക്കെത്തുമ്പോൾ ഈ കുഞ്ഞ് കൃഷ്ണൻ അങ്ങ് മാറും. കുഞ്ഞ് കൃഷ്ണൻ മാറിയിട്ട് രാധാറാണിക്ക് അനുയോജ്യനായിട്ടുള്ളൊരു വരനായിട്ട് അങ്ങ് മാറും, വലിയ ആളായിട്ടങ്ങ് മാറും. എന്നിട്ട് എന്തു ചെയ്യും, അപ്പോൾ ബ്രഹ്മാവ് അവിടെ വരും. ബ്രഹ്മാവ് അവിടെ വന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണമൊക്കെ നടത്തി കൊടുക്കും. കല്യാണം നടത്തി കൊടുത്തിട്ട് അങ്ങനെ അവർ പല ലീലകളും ഒക്കെ ആടി. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേന് എന്താകും, ഈ കൃഷ്ണൻ, യുവാവായിട്ടുള്ള കൃഷ്ണൻ വീണ്ടും കുഞ്ഞായി മാറും. അപ്പോൾ രാധാറാണിക്ക് പെട്ടെന്ന് എന്തോ സംഭവിച്ചതെന്നൊക്കെ, ഇതൊക്കെ മായയാണോ വിഭ്രമമാണോ എന്തോ, രാധാറാണിക്കും ആകെ അങ്ങ് പേടിയാവും. അപ്പോൾ രാധാറാണി പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് രാധാറാണിയുടെ ബോധമണ്ഡലത്തിൽ നിന്ന് ഇത് മറയുകയാണ്, ഒരു സ്വപ്നം പോലെ. അപ്പോൾ രാധാറാണി എന്ത് ചെയ്യും, ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് യശോദയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ ബ്രഹ്മാവ് വിവാഹം നടത്തി കൊടുത്തതാണ് ഭാണ്ഡീരവനം എന്ന് പറയുന്നത്. അവിടെ ഈ മക്കളുടെയൊക്കെ കല്യാണമൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവിടെ വന്നിട്ട് മാലയും പട്ടുമൊക്കെ രാധാറാണിക്ക് കണ്ണനും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ യാത്ര അവിടെ തീർന്നു. അപ്പോൾ 2-ാം ദിവസത്തെ യാത്രാവിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് 1-ാമത്തെ ദിവസത്തെ യാത്രാവിശേഷം. അവിടെ ഒരുപാട് നമുക്ക് വൃന്ദാവനം എന്ന് പറയുന്നത് ഒരു മാസമെങ്കിലും അവിടെ നിന്ന് കാണാനുള്ള അത്രയും കാഴ്ചകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്ര ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ പോയ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ഗോപന്മാരും ഒരിക്കലെങ്കിലും നമ്മൾ ആ വൃന്ദാവനത്തിലേക്കൊന്ന് പോകാൻ പറ്റുന്നവരെല്ലാം പരമാവധി പോകണം. ഒരുപാട് പേരുണ്ട് കാശൊക്കെ സമ്പാദിച്ച് ബാങ്കിലിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ വൃന്ദാവനത്തിലേക്കൊന്ന് പോവുക, അവിടെ പോയി ഒന്ന് കാണുക. അത് നമ്മുടെ ശരിക്കും പണം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വൃന്ദാവനത്തിൽ എത്താൻ പറ്റണമെന്നില്ല. ഇനി നമ്മൾ വൃന്ദാവനത്തിൽ എത്തിയാൽ തന്നെയും യഥാർത്ഥ ആ ഒരു
വൃന്ദാവനത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അത് രാധാറാണിയുടെയും കണ്ണൻ്റെയും അനുഗ്രഹം വേണം. അതിനുള്ളൊരു അങ്ങനെയുള്ളൊരു സംഭവവും നമ്മുടെ വൃന്ദാവന യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാ ഗോപന്മാർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.